എഴുത്തുകാരായ ബോബി സഞ്ജയ് ടീമിന്റെ തിരക്കഥകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടിയുണ്ട്. ഏതൊരാൾക്കും കണക്റ്റ് ആവുന്ന വിഷയമായിരിക്കും അവയെന്നതാണ് പ്രധാന കാരണം. നമ്മൾ ടിവിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒരിക്കലെങ്കിലും കടന്നുപോകുന്നവയായിരിക്കും ആ സംഭവങ്ങൾ. അങ്ങനെയൊന്നാണ് സംവിധായകൻ അരുൺ വർമ്മയും ബോബി സഞ്ജയ് ടീമും ഒന്നിച്ച ബേബി ഗേൾ. നിവിൻ പോളി നായകനാവുന്ന ചിത്രത്തെക്കുറിച്ച് ആദ്യമായി പറയാനാവുന്ന കാര്യം മസ്റ്റ് വാച്ച് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു കുഞ്ഞാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നിന്ന് ജനിച്ച് 3 ദിവസമായ പെൺകുഞ്ഞിനെ കാണാതാവുന്നു. ആശുപത്രിയിൽ ജോലിക്ക് നിന്നവരുൾപ്പെടെ പലരും സംശയത്തിന്റെ നിഴലിലാകുന്നു. കുഞ്ഞിനെ കണ്ടെത്താൻ പോലീസും കുഞ്ഞിനെ കാണാതായ ആശുപത്രി അറ്റൻഡർ സനൽ മാത്യുവും നടത്തുന്ന അന്വേഷണമാണ് ചിത്രത്തെ സംഭവബഹുലമാക്കുന്നത്. തെറ്റും ശരിയും തമ്മിലുള്ള പോരാട്ടവും കഥാപാത്രങ്ങൾക്കുള്ളിലെ സംഘർഷവുമാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത്. ചിത്രം തുടങ്ങി ആദ്യ 5 മിനിറ്റിനുള്ളിൽ തന്നെ ബേബി ഗേൾ ട്രാക്കിൽ കയറുന്നുണ്ട്. പിന്നീടങ്ങോട്ട് ഉദ്വേഗത്തിന്റേതായ നിമിഷങ്ങളാണ്. കുഞ്ഞിനെ തേടി പോലീസ് നടത്തുന്ന തിരച്ചിലും ആശുപത്രിക്കുള്ളിലെ സംഘർഷാവസ്ഥയുമെല്ലാം ചടുലമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞിനെയും കുഞ്ഞിനെ കാണാതായ സംഭവത്തെയും കേന്ദ്രമാക്കുകയും സനൽ എന്ന നായകൻ ഉൾപ്പെടെയുള്ളവരെ ഈ വിഷയത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയുമാണ് അരുൺ വർമ്മയും സംഘവും. അടുത്ത കാലത്ത് വാർത്തകളിലൂടെ ഏവർക്കും സുപരിചിതമായ പല സംഭവങ്ങളും ചിത്രത്തിൽ കാണാൻ കഴിയും. തിരക്കഥയാണ് സിനിമയിലെ താരം. ട്രാഫിക്, എന്റെ വീട്, അപ്പോന്റേം പോലുള്ള ചിത്രങ്ങളിൽ പ്രേക്ഷകർ കണ്ടതിന്റെ അതേ അളവിലോ അതിനു മുകളിലോ ആണ് ബേബി ഗേളിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷം. ഇത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. കേന്ദ്രകഥാപാത്രമായ കുഞ്ഞിന് ഒടുവിൽ എന്ത് സംഭവിക്കുന്നു എന്നതിലേക്കാണ് ഏവരുടെയും നോട്ടം ചെല്ലുന്നത്. കുഞ്ഞിനെ തിരയാൻ പ്രേക്ഷകരും കൂടുന്നു.